ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. അപ്പം എന്നും പറയുന്ന പോലെ നമ്മൾ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു വരാം. അതിന് കുറച്ച് കാലം അങ്ങനെ ഗെയിം തന്നെ ഇട്ടിട്ട് പോവാം. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുമ്പോൾ റേസിംഗ് ഗെയിമാണ്. ഞാൻ കളിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് കളിക്കുന്നുണ്ട്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി പ്ലെയർ ആണ്. അതായത് നമുക്ക് നമ്മളെ ഫ്രണ്ടിൻ്റെ ഒന്നിച്ച് കളിക്കാൻ പറ്റും. ഫ്രണ്ട്സിൻ്റെ അല്ല, ഫ്രണ്ടിൻ്റെ ഒന്നിച്ച് രണ്ടാക്കി കളിക്കാനാവും. കാരണം മൾട്ടിപ്പിൾ ആൾക്കാരെ കളിക്കണം എന്ന് കൂട്ടണം എന്നുണ്ട്, പക്ഷെ അതിൽ രണ്ടാക്കി കളിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിം അങ്ങനെയാണ് ഇറങ്ങിയിട്ടില്ലേ. അപ്പോൾ ഒരാളും കൂടി കൂട്ടിയിട്ട് കളിക്കുക. കൂടാണ്ട് നമുക്കതിൽ ഗ്യാരേജ് ഉണ്ടാവും. ഒരു ഗ്യാരേജിൽ വണ്ടി കുറയുന്നതെന്ന് അറിയുമ്പോൾ രണ്ടാമത്തെ ഗ്യാരേജ് എടുക്കുക. അങ്ങനെ ഗ്യാരേജിൽ ഫുള്ള് വണ്ടി നിറക്കാം. അങ്ങനെ നമുക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സ്പീഡായിട്ടും സ്ലോ ആയിട്ടും അങ്ങനെയെല്ലാം കളിക്കാം. പിന്നെ കുറേ കറക്റ്റ് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻ്റ് ആണ്. ഓരോ ഗെയിം കളിച്ച് കഴിയുമ്പോഴും അഡ്വർടൈസ്മെൻറ്റ് പായും. പിന്നെ നമുക്ക് കിട്ടിയ കോയിൻ ഇരട്ടിയാക്കണമെങ്കിൽ പരസ്യം കാണണം, എന്നാലേ അത് ഇരട്ടിയായിട്ട് കിട്ടും. പിന്നെ മൂന്നാമത്തേത് എന്ന് പറയുമ്പം നമുക്ക് കാറിൻ്റെ കാർഡായിട്ട് കിട്ടും. കുറേ കാർഡ് ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറോ. അപ്പോൾ ഒരു കാർഡ് കിട്ടിയിട്ട് അത് രണ്ടെണ്ണം ആക്കണമെങ്കിൽ അതിനും അഡ്വർടൈസ്മെൻറ്റ് ഓടും. പക്ഷേ ഇതിൻ്റെ മോഡ് ക്രാക്കെല്ലാം തന്നു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് ഓടൂല. അപ്പോൾ പൈസ അധികം കിട്ടുന്നില്ല എന്ന് പറയും. നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് നോർമൽ ഗെയിമാണ്. പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും. ഗെയിമിൻ്റെ പേര് ഞാൻ ഇടയിൽ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേൾക്കണ്ട ഗായ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ ഗെയിമാണിത്. ഇത് നിങ്ങൾ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കണക്റ്റ് ആയിട്ട് പകുതിക്കുന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതിക്കുന്ന് കിട്ടൂല എന്ന് ഞാൻ പറയും. പക്ഷെ എനിക്ക് ഇതുവരെ പകുതിക്കുന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പകുതിക്കുന്ന് കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരിക്കൽ കളിച്ചിട്ട് അൺഇൻസ്റ്റാൾ ആക്കിയിട്ട് പിന്നെ തുറക്കുമ്പം ആദ്യം തൊട്ടേ വരുന്നത് കണക്റ്റഡ് ആയ അക്കൗണ്ട് ആയാലും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ കാറ്. ഈ ഒരു കാറുണ്ട്. ഇത് ഫസ്റ്റ് എടുത്ത കാറ്, സെക്കൻഡ് എടുത്ത കാറ്, തേർഡ് കിട്ടിയ കാറ്, ഫോർത്ത് കിട്ടിയ കാറ്, ഇത് ഫിഫ്ത്ത് കിട്ടിയ കാറ്. അപ്പോൾ ഇങ്ങനെ കുറേ കാറ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് അപ്ഗ്രേഡിൻ്റെ ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതേപോലെ അപ്ഗ്രേഡ് വേണ്ടത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കളിച്ച് മുമ്പോട്ടാകുമ്പോൾ നോക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തൽക്കാലം ഒരു റേസ് കാണിച്ചു തരാം. കാരണം നിങ്ങൾക്ക് കളിക്കാൻ അറിയില്ല. ഇവിടെ ഒരു മൾട്ടി പ്ലെയർ എന്ന് കാണുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ സിസ്റ്റത്തിലാണ് കാണിച്ചു തരുന്നത്. കാരണം മൊബൈലിൽ എനിക്ക് പഴയ അക്കൗണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിൽ കാണിക്കുന്നത്. ഇതിൽ ക്വിക്ക് മാച്ച് ഉണ്ട്, റാങ്ക്ഡ് മാച്ച് ഉണ്ട്, ചലഞ്ച് ഫ്രണ്ട്സ്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂം ക്രിയേറ്റ് ചെയ്യുക. ഏത് വേണം, ഈ ഗെയിം വേണോ, അതായത് സ്ട്രീറ്റ് വേണോ, ഡ്രാഗ് വേണോ, ഡ്രിഫ്റ്റ് വേണോ, അത് നിങ്ങൾക്ക് ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. അതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഗെയിം കളിക്കുക. അപ്പം ഡ്രാഗ് റേസ് വരും, ഡ്രിഫ്റ്റ് റേസ് വരും, സ്ട്രീറ്റ് വരും. സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ റേസ്, ബാക്കിയുള്ളത് ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കാണുന്ന റേസ് കീ എന്ന് പറഞ്ഞിട്ടുള്ള കീ അത് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇവിടുന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഷെയർ ചെയ്യുക. അല്ലാത്തവർ ഫ്രണ്ട്സിന് ഇത് കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ കോൾ വിളിച്ചിട്ടോ വിളിക്കുക. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾറെഡി ഫ്രണ്ടാക്കിയവർക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് അവരെ കൂട്ടി കളിക്കാം. നിങ്ങളുടെ ഫ്രണ്ടിനെ നേരത്തെ ഒന്ന് ഫ്രണ്ടാക്കിയ കയ്യിൽ അപ്പം അങ്ങനെ കിട്ടും. അപ്പം കയറുന്നവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ റേസ് കൊടുക്കുക. എന്നിട്ട് ആ കീ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് കയറാൻ പറ്റും. മറ്റേ ഫ്രണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്നാവും, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഗെയിം. ഇപ്പോൾ ഒരു റേസ് കഴിഞ്ഞു. അപ്പോൾ ഇത് ആ വണ്ടി തന്നെ എടുത്തിട്ടാണ് കളിച്ചത്. അപ്പോൾ നമുക്ക് ഒരു റേസും കൂടി പോയിട്ട് വരാം. ഇവിടെ അപ്ഗ്രേഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്ഗ്രേഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, എന്നാലും ഇത് വെച്ചിട്ട് ഓക്കെ. അതിനിപ്പോൾ കുറച്ച് ടൈം എടുക്കും. ആദ്യത്തെ അപ്ഗ്രേഡിലെ സ്പീഡാവും, പിന്നത്തത് ഇങ്ങനെ ടൈം വരും. ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറം അപ്ഗ്രേഡ് ആവില്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ വണ്ടി അതെടുത്തിട്ട് ഒന്ന് റേസിന് പോയിട്ട് വരാം. അപ്പം ഇതിലൊരു റേസ് പോവാന്ന്.
ഇപ്പം ഇതേ കണക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മിസ് ഔട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ഈ 3887 കിട്ടും. ഇവിടെ വാച്ച് ആഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് കണ്ടിട്ട് അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള പൈസ കിട്ടും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. അപ്പം ഇതിന് മുമ്പേ ഇത് ഗെയിം കഴിഞ്ഞ പാടെ ഒരു ആഡ് ഓടും, അത് വേറൊരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് കണ്ടിട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു സംഭവം, അത് നമ്മൾ കളിക്കുമ്പോൾ ഓരോന്ന് കിട്ടുന്നതിനനുസരിച്ച് അതിങ്ങനെ കാണിക്കും. ഈവൻ്റ് എടുക്കുക, ക്ലൈം ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് ഇത് ഗ്രാഫിക്സ് കൂട്ടേണ്ട ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ടാകുമ്പോൾ ഏത് ഗ്രാഫിക്സ് ഉണ്ട്, ലോ, മീഡിയം, ഹൈ, വെരി ഹൈ. ഈ സിസ്റ്റത്തിലായതുകൊണ്ട് വെരി ഹൈ ഇടുന്നത്. എൻ്റെ ഫോണിലാണെങ്കിലും ഞാൻ വെരി ഹൈ ഇടും, പക്ഷേ എന്നാലും ആ ഫോണിന് താങ്ങുന്നതിനൊരു കപ്പാസിറ്റി ഇല്ലേ. പിന്നെ ലാംഗ്വേജ് ബാക്കിയിലെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. മ്യൂസിക് വേണമെങ്കിൽ ഓഫാക്കാം, ഓണാക്കാം. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രീൻ കൺട്രോളിങ് എങ്ങനെയാണ് വേണ്ടത്, ഇത് വേണോ ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇതെടുക്കാം. പിന്നെ കാറ് ഫുള്ള് അപ്ഗ്രേഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കളറ് ഇങ്ങനെ ഓരോന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ മറ്റേത് സാധനങ്ങൾ ഇതിൻ്റെ ബാക്കോട്ടെ ഇതാ ടയർ, അതിൻ്റെ ഡിസൈൻ, പിന്നെ അതിൻ്റെ കളറ് ഇതാ ഇങ്ങനെ റേസ് കൊടുക്കുന്ന സമയത്ത് ഏതാണ് വേണ്ടത് കളറ്. പിന്നെ ബാക്കിൽ മറ്റേ ഈ സാധനം വേണോ ഇല്ലയോ, ഇതാ ഇവിടെ ഒരു സാധനം കണ്ടു, സ്പോയിലർ. ഓക്കെ. പിന്നെ വിൻഡോൻ്റെ കളറ്, വിൻഡോ കൊടുക്കുമ്പോൾ ഒച്ചേക്കും പറഞ്ഞാൽ. പിന്നെ ഇത് വലിയ കാര്യമില്ല. ഇത് ഡിസ്ക് ബ്രേക്കിൻ്റെ കളറ്. പിന്നെ ഇത് ടയർ എങ്ങനെ പരന്നിട്ട് വേണോ നേരെ വേണോ അങ്ങനെയില്ലെല്ലാം. അപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇത് മാത്രമേ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ആക്കിയിട്ടില്ലൂ. ബാക്കി വണ്ടി ഒന്ന് എഡിറ്റ് ചെയ്തിട്ടാ അതെല്ലാം എഡിറ്റ് ചെയ്യാനുണ്ടത്രേ. ഇതെല്ലാം എഡിറ്റ് ചെയ്യണത്രേ. ഇത് ചെറിയൊരു മാറ്റം മാത്രം വരുത്തിന്, ടയറെല്ലാം കണ്ട. അപ്പം അങ്ങനെയാണ് കളി. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വേണ്ടത് വെച്ചാൽ ചെയ്യാം. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തിട്ട് എക്സ്ട്രാ കൂട്ടാനുള്ള സാധനം ഇല്ലെങ്കിൽ ഇതിൽ അപ്ഗ്രേഡിൻ്റെ സെക്ഷനിൽ പോവാം. അതിനുശേഷം ഇവിടെ എക്സ്ട്രാ ഇവിടെ എക്സ്ട്രാ കുറേ സാധനം വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, ഗോ ടു സ്റ്റോർ കൊടുക്കുക. അപ്പം ഇവിടെ വാച്ച് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ഇത് ഞെക്കാം, അപ്പോൾ ഒരു പരസ്യം ഓടും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടും. അപ്പം എനിക്കിപ്പം അത് കൊടുത്തിട്ട് എനിക്കിപ്പോൾ ഒരു സംഭവം കിട്ടി, അതായത് ടയേഴ്സ്. അപ്പം ടയർ നമുക്ക് ഈ വണ്ടിക്കല്ല കിട്ടിയത്, അത് വേറെ വണ്ടിക്കാണ് കിട്ടിയത്. അതിങ്ങനെ ഞെക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ വണ്ടിക്കാണ് കിട്ടിയത്. അപ്പോൾ ചിലപ്പോൾ മാറിയിട്ടുള്ള വണ്ടി കിട്ടുമോ, നിങ്ങൾ ഏതെങ്കിലും പറക്കി ഇട്ടോളാം. ഇപ്പൊ കോമൺ ആണ്, റയർ സാധനം കിട്ടും. അന്നേരം നമ്മളെ വണ്ടി കിടുവാവും. അപ്പം ഇതിലെന്തോ കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ. ഈ വണ്ടിന്റെ കുറച്ച് കാർ കിട്ടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയിൽ. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.